ഒരു സിനിമയെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിന്റെ പേരാണ്. ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കഥാപാത്രങ്ങളും ഗാനങ്ങളും രംഗങ്ങളും നമ്മുടെ ഓർമ്മകളിൽ തെളിയും. എന്നാൽ അതേ പേരിൽ തന്നെ മലയാളത്തിൽ മറ്റൊരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതും റീമേക്ക് അല്ല, ഡബ്ബിംഗ് ചിത്രമല്ല, തികച്ചും വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളുമായി. മലയാള സിനിമയുടെ 7.5 പതിറ്റാണ്ടിലേറെ നീളുന്ന ചരിത്രത്തിൽ ഒരേ പേര് പങ്കിട്ട നിരവധി സിനിമകളുണ്ട്. ചിലത് പതിറ്റാണ്ടുകളുടെ ഇടവേളയിൽ, ചിലത് പുതിയ തലമുറയ്ക്കായി അതേ പേര് വീണ്ടും വെള്ളിത്തിരിയിലെത്തിച്ചു. എന്തുകൊണ്ടാണ് ഒരേ പേരുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നത്? അതിന് പിന്നിലെ കൗതുകകരമായ ചരിത്രവും സിനിമാ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത്. പേരുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു പഴയ സിനിമയുടെ പേരിന് പ്രേക്ഷകരിൽ ഇപ്പോഴുമുള്ള സ്വീകാര്യതയും ഓർമ്മകളും പുതിയ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന വിശ്വാസം. ചിലപ്പോൾ കഥയുടെ സ്വഭാവത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് അതുതന്നെയായിരിക്കും, ചിലപ്പോൾ അത് വെറും യാദൃശ്ചികതയും. സിനിമയുടെ പേര് ഒരു ട്രേഡ്മാർക്കായി സ്ഥിരമായി സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങളില്ലാതെ അതേ പേര് മറ്റൊരു സിനിമയ്ക്കും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരേ പേരിൽ നിരവധി വ്യത്യസ്ത സിനിമകൾ പിറന്നത്. കൗതുകകരമായ മറ്റൊരു കാര്യം, ഒരേ പേര് പങ്കിടുന്ന ഈ സിനിമകളിൽ ഭൂരിഭാഗവും റീമേക്കുകളോ തുടർഭാഗങ്ങളോ അല്ല. പേര് മാത്രം ഒരുപോലെ, എന്നാൽ കഥയും കഥാപാത്രങ്ങളും സംവിധായകരും കാലഘട്ടവും എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അതാണ് ഈ സിനിമകളെ കൂടുതൽ കൗതുകകരമാക്കുന്നത്. ഇനി ഏതൊക്കെ സിനിമകളാണ് ഒരേ പേരിൽ പ്രേക്ഷക സമക്ഷം എത്തിയത് എന്ന് നമുക്ക് നോക്കാം. ഔദ്യോഗിക റീമേക്കുകൾ, റീബൂട്ടുകൾ, ഡബ്ബ് ചെയ്ത സിനിമകൾ എന്നിവ ഒഴികെ ഒരേ പേര് പങ്കിടുന്ന എന്നാൽ മറ്റുവിധത്തിൽ ബന്ധമില്ലാത്ത മലയാള സിനിമകളാണ് ഇവിടെ പറയുന്നത്.